അങ്ങനെ വാത്മീകി ആശ്രമത്തിൽ സീതാദേവി താമസിക്കുന്നു. നോക്കൂ, ആ സീതാദേവി പ്രസവിച്ചു, ലവകുശന്മാർ വളർന്നു വരുന്നു. ആ ലവകുശന്മാർക്ക് എല്ലാ വേദാന്തപരമായ അറിവുകളും, മന്ത്രോച്ചാരണങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതൊക്കെ ഒരു വശത്ത് പഠിപ്പിക്കുമ്പോഴും സീതാദേവി കേവലം ആശ്രമ ഒരു സംസ്കാരം മാത്രമല്ല ആ കുട്ടികളെ പഠിപ്പിച്ചത്. നിങ്ങൾ അത്രത്തോളം കടന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉത്തരരാമായണത്തിലെ ഭാഗം വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പൊതുവേ നമുക്ക് മലയാളികൾ ഉത്തരരാമായണം വായിക്കാറില്ല. കാരണം രാമൻ്റെ പട്ടാഭിഷേകത്തോടുകൂടി എല്ലാം തീർന്നു. ബാക്കി പിന്നെ അടുത്തത് നമുക്കൊരു വിഷയമല്ല. എന്നാൽ സീതാദേവി കേവലം ശ്രീരാമസ്വാമിയുടെ ആ കുട്ടികളെ ആശ്രമത്തിലെ വേദമന്ത്രങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്. പിന്നെന്താ പഠിപ്പിച്ചത്? ആയുധവിദ്യകൾ പഠിപ്പിക്കുകയാണ്. മഹർഷിയോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. എല്ലാ ശസ്ത്രങ്ങളും, ഒരു വശത്ത് ശാസ്ത്രം, ഒരു വശത്ത് ശസ്ത്രങ്ങളും ഉപയോഗിക്കാനുള്ള കഴിവും മിടുക്കും പ്രാഗൽഭ്യവും അതെല്ലാം ആ കുട്ടികളിൽ വരുത്തി തീർക്കുകയാണ്. നിങ്ങൾ പറയൂ, ഒരു ഉപേക്ഷിക്കപ്പെട്ട ആളായിരുന്നു സീതയെങ്കിൽ അത് ചെയ്യോ? തൻ്റെ വിധിയോർത്ത്, തൻ്റെ അധോഗതിയോർത്ത്, തൻ്റെ ദുരിതമോർത്ത് അങ്ങനെ കഴിയില്ല ആണോ? എന്നാൽ ആശ്രമത്തിൽ അങ്ങനെ കഴിയുന്ന ഒരു സീതയല്ല നമ്മൾ കാണുന്നത്. സീതാദേവി അങ്ങനെ ഒതുങ്ങി നിൽക്കുകയല്ല. സീതാദേവി ഇപ്പുറത്ത് കുട്ടികളുടെ ഓരോ കാര്യത്തിലും വളരെയധികം ഒരു ചിട്ട വെച്ച് അവരെ പഠിപ്പിക്കുകയാണ്. കുട്ടികളങ്ങനെ പഠിച്ചു വളർന്നു വരുമ്പോഴാണ് ശ്രീരാമസ്വാമി അശ്വമേധയാഗം ചെയ്യുന്നത്. ആ അശ്വമേധയാഗത്തിൻ്റെ ഭാഗമായ ദിഗ്വിജയത്തിന് കുതിരകൾ അയക്കുമ്പോഴാണ് കൊട്ടാരത്തിൻ്റെ പടിയിലൂടെ കുതിരകൾ കടന്നു വരുന്നതും ലവകുശന്മാർ ആ കുതിരകളെ പിടിച്ചു കെട്ടുന്നതും. കുതിരകളെ പിടിച്ചു കെട്ടിയാൽ പ്രശ്നം മാറി. കുതിരകളെ പിടിച്ചു കെട്ടിയാൽ പ്രശ്നം മാറി. എന്താ പ്രശ്നം? ആരുടെയാണോ കുതിരകൾ അവരുമായി എന്ത് വേണം? യുദ്ധം ചെയ്യണം. സീതാദേവി ഒരു പ്രതിസന്ധിയിലായി. കാരണം സീതാദേവിക്ക് മനസ്സിലായി, ഈ കുതിരകൾ ശ്രീരാമസ്വാമിയുടെ അശ്വമേധയാഗത്തിൻ്റെ, അതൊക്കെ മഹർഷിയിൽ നിന്ന് കാര്യങ്ങൾ സീതാദേവി മനസ്സിലാക്കി. ഇപ്പം മക്കള് ആരുമായിട്ട് യുദ്ധം ചെയ്യണം? അച്ഛനുമായിട്ട് യുദ്ധം. അതിനു മുമ്പ് ഒരു പക്ഷേ ശത്രുഘ്നൻ വരാം. കാരണം ശത്രുഘ്നനായിരുന്നു യാഗത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ. ശത്രുഘ്നനെ ഒന്നും തോൽപ്പിക്കാൻ ഈ കുട്ടികൾക്ക് ഒരു പ്രയാസവുമില്ല എന്നുള്ളത് സീതാദേവിക്ക് നല്ലോണം അറിയാം. രാമനുമായി യുദ്ധത്തിന് ഒരുങ്ങേണ്ട ഒരു കുട്ടികൾ. എന്നാലോചിച്ച് നോക്കൂ, ആ അമ്മ പറഞ്ഞു, കുതിരകളെ അഴിച്ചുവിടണം എന്ന് മാത്രമല്ല, നിങ്ങൾ അശ്വമേധയാഗം നടക്കുന്നിടത്തേക്ക് പോകണം. ആ കുതിരകളെ അഴിച്ചുവിടാൻ പറയുമ്പോൾ ആ കുട്ടികളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അമ്മയോട്. കുട്ടികളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അഴിച്ചുവിടുന്നത് എന്ന്. വരട്ടെ, രാജാവ് ആരാണെന്ന് വെച്ചാൽ വരട്ടെ, ഞങ്ങളൊന്ന് ഏറ്റുമുട്ടട്ടെ എന്ന് കുട്ടികളിങ്ങനെ കൈമിടുക്ക് കാണിക്കുകയാണ്. പറഞ്ഞു, അത് വേണ്ട കുട്ടികളെ. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മ ഞങ്ങളെ അസ്ത്രവിദ്യ പിന്നെ പഠിപ്പിച്ചത് എന്നാണ്. വെറും ആശ്രമ ജീവിതത്തിൽ വളർത്തിയ പോരായിരുന്നില്ലേ? എന്തിനാണ് ഞങ്ങളെ? പറഞ്ഞു, കുട്ടികളെ, അത് നിങ്ങൾക്ക് ആവശ്യമാണ്. അത് സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നോക്കൂ, ഈ കുട്ടികളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചിട്ടപ്പെടുത്തുന്ന ഒരു സീതാദേവിയെ, അതാണ് ജീവിതം. ഇതാണ് ജീവിതം. ഒരു വശത്ത് തൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പ്രാപ്തരാക്കുമ്പോഴും വേറുവശത്ത് വരാൻ പോകുന്നൊരു ഭാവിയെ കണ്ടുകൊണ്ട് ഇവരാരായിരിക്കും, ഇവരെന്തായിരിക്കും, ഇവരെങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന സീതാദേവിയിലുള്ള ദീർഘവീക്ഷണത്വമായിരിക്കണം ഭാഗവത സപ്താഹം കേട്ടുകഴിഞ്ഞാൽ നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിലും ആ വ്യക്തത ഉണ്ടാവണം.
നമ്മുടെ ഉള്ളിലും ആ വ്യക്തത ഉണ്ടാവണം. രാമൻ ഉപേക്ഷിച്ചു, ഞാനിതാ കാട്ടിൽ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ആശ്രമത്തിൽ ഒറ്റപ്പെട്ടു. തളരുകയല്ല, തളർന്നില്ല. ആരുപേക്ഷിച്ചാലും ആരില്ലെങ്കിലും ആര് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എനിക്കെൻ്റെ സാധനയും എനിക്കെൻ്റെ വ്യക്തതയും എന്ന് മാത്രമല്ല, എൻ്റെ തലമുറകളെ നയിക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കുണ്ട്? എനിക്കുണ്ട്. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? രാമായണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയാണ് കുട്ടികൾ പോകുന്നതും ലവകുശന്മാർ പോകുന്നതും ആ അശ്വമേധ യാഗത്തിൽ വെച്ച് രാമായണം പാടുന്നതും. അവിടെ അസ്ത്രവിദ്യ കാണിക്കാനല്ല അവരെ വാത്മീകി മഹർഷി നിർദ്ദേശിക്കുന്നത്. അവരോട് രാമായണം പാടുമ്പോഴാണ് ഇവർ തൻ്റെ മക്കളാണെന്ന യാഥാർത്ഥ്യം ശ്രീരാമസ്വാമി തിരിച്ചറിയുന്നത്. ഇതിനൊക്കെ ആ കുട്ടികളെ നേരത്തെ തയ്യാറാക്കി വച്ചതുകൊണ്ടല്ലേ ആ ലവകുശന്മാർ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരാളായിരുന്നു സീതാദേവി എങ്കിൽ, ആശ്രമത്തിലാണ് സീതാദേവി വളരുന്നതെങ്കിൽ, കുറച്ചൊക്കെ വേദമന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുമെങ്കിലും തന്നെ ഇവിടെ എത്തിച്ച രാമൻ്റെ വല്ല ചരിതവും ആരും പഠിപ്പിക്കുമോ? പറയൂ. എന്നാൽ ആ സീതാദേവി കാണുന്നത് നാളത്തെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട മക്കൾ ഇവരിലുണ്ട്. ആ മക്കളെ ആ ഒരു തലത്തിലേക്ക് ശ്രീരാമസ്വാമിയുടെ മക്കളായി തന്നെ ഉയർത്തിക്കൊണ്ട്, മനസ്സിലായില്ലേ, വേറൊരു വശത്ത് ആ രാമനോടുള്ള ബഹുമാനവും ആദരവും രാമനോടുള്ള എല്ലാ മഹത്വവും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കുക. എളുപ്പമാണോ അത്? എളുപ്പമാണോ അത്? പറയൂ നിങ്ങൾ. അല്ല. ഇങ്ങനെയുള്ള ചാലഞ്ചുകളൊക്കെ ഏറ്റെടുത്ത ഒരു പരമ്പരയിലൂടെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർക്കണം. വെറുതെ സീതാദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് കർപ്പൂരം കാണിച്ച് നമുക്ക് വിരലൊക്കെ പൊട്ടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വഴി കാണിച്ച സീതാദേവി, അതിൻ്റെ അല്പം ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നമുക്കും ജീവിതത്തിൽ വെളിച്ചമായി മാറാൻ സാധിക്കുമായിരുന്നു. ആ കരുത്താണ് സീതാദേവിയൊക്കെ അങ്ങനെ ഒരു ഉത്കൃഷ്ട ഭാവത്തിലേക്ക് എത്തിയ കരുത്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പവർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ തലമുറകളിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് ഭാഗവത സപ്താഹം കേൾക്കുന്ന നിങ്ങളോടൊക്കെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ കേൾക്കുകയല്ല, ഇത് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കലാണ്, ഈ പരിവർത്തനമുണ്ടാക്കലാണ്. ഇത് നമുക്ക് സാധിക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഇന്ന് എനിക്കിവിടെ പർട്ടിക്കുലർ ഒരു വിഷയം തരാത്തതുകൊണ്ടാണ് ഞാൻ ജനറലി പറഞ്ഞു പോകുന്നത്.